അപകടം എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. വേണമെങ്കിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന കാറ്റഗറിയിൽ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കും. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു. 2024 ഏപ്രിൽ 17-ാം തീയതി ഒരു ബോയിങ് എഞ്ചിനീയർ ആയിട്ടുള്ള സാം സെയിൽഫോർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അതിന് കാരണം. അദ്ദേഹം പറഞ്ഞത്, ദ സൈസ് ഓഫ് എ ഹ്യൂമൻ ഹെയർ ക്യാൻ ബി ദി മാറ്റർ ഓഫ് ഡെത്ത് എന്നാണ്. മനുഷ്യൻ്റെ തലമുടിയുടെ അത്ര വലിപ്പമുള്ള ഒരു കാര്യത്തിന് പോലും മരണത്തിന് കാരണമായേക്കാമെന്ന് അദ്ദേഹം പറഞ്ഞത് ബോയിങ് 787 എന്ന് പറയുന്ന ഈ വിമാനത്തെ പറ്റിയിട്ടാണ്. ഈ ബോയിങ് 787 തന്നെയാണ് ഇന്ന് തകർന്നു വീണത്. അപ്പോൾ 11 വർഷത്തോളം പഴക്കമുള്ള ഈ ബോയിങ് 787 എഞ്ചിൻ, അത് എയർ ഇന്ത്യ അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യം പോട്ടെ, അതിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്തുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പ്രൊഡക്ഷൻ്റെ സമയത്ത് അവർ കുറച്ച് പ്രൊഡക്ഷൻ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യുമായിരുന്നു. ആ ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത് വിമാനം എയറിൽ നിൽക്കവേ തകർന്നു വീഴാൻ കാരണമായേക്കാവുന്ന ഷോർട്ട് കട്ട്സ് ആയിരുന്നു. ഇത് ഈ സാം സെയിൽഫോർ എന്ന് പറഞ്ഞ വ്യക്തി ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ ഓഫീസർ അദ്ദേഹത്തോട് പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു. കാരണം അവർക്ക് ബിസിനസ്സാണ് വലുത്, അവർക്കിത് അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കണം. അതിനുവേണ്ടി അവർ യൂസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ ലൈഫ് ടൈമിനും അതുപോലെ തന്നെ അതിൻ്റെ സേഫ്റ്റിക്കും ഒരുപാട് ഭീഷണികൾ വരുത്തിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഒരിക്കലും ഇതിനൊരു അപകടം എന്ന് പറഞ്ഞ് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ തന്നെയാണ്. എയർ ഇന്ത്യ അവരുടെ DP ബ്ലാക്ക് ആക്കിയിട്ടിട്ട് കാര്യമില്ല. കാരണം അവരുടെ ഉത്തരവാദിത്തവും അവർ ചെയ്യേണ്ട കുറച്ച് അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ പ്രോപ്പറായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടാവില്ലായിരുന്നു. ഇത്രയും ആളുകളുടെ ലൈഫ് നശിച്ചു പോയ, ഇത്രയും ഈ 200-ൽ പരം ആളുകളുടെ സ്വപ്നങ്ങളും കുടുംബങ്ങളും അവരുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരുടെയും പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർത്ത് കളഞ്ഞ ഈ ഒരു കാര്യം ഒരിക്കലും ഒരു അപകടമല്ല. ഇതൊരു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ തന്നെയാണ്. പല നാഷണാലിറ്റീസ് എന്നുള്ള ആളുകളുണ്ടെങ്കിലും അതിൽ ഒരു മലയാളി വരെയുണ്ട്. വന്ന് പതിച്ചത് ഒരു മെഡിക്കൽ കോളേജിലെ മെസ്സിലാണ് എന്നുള്ള കാര്യം, അതും വളരെ വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അവർക്ക് ഇത്ര കുട്ടികൾക്ക് പരിക്ക് പറ്റിയെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതൊരിക്കലും ഒരു അപകടമല്ല, ഇതൊരു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ തന്നെയാണ്.